സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024 LGS പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം 4 ഘട്ടങ്ങളിലായിട്ട് 14 ജില്ലകളിലായിട്ട് നടന്ന പരീക്ഷകളിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. എക്സാം പോലെ തന്നെ ചെയ്ത് നോക്കുക. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ആര്? ഇവിടെ തന്നിരിക്കുന്നത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, ഉദ്ധം സിംഗ് എന്നിവരാണ്. ഇതില് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അംബേദ്കർ ആണ്. അംബേദ്കർ. 6ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻസ് PSC റിമൂവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് സമീപിക്കേണ്ട കോടതി ഏത് എന്നാണ് ഇവിടെ ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? കോടതിയെ സമീപിക്കാനാകില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതല ഇവിടെ തന്നിരിക്കുന്നു. പൗരന്മാരുടെ അവകാശ സംരക്ഷണം, നിയമനിർമ്മാണം, പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണൽ, കൃത്യമായ ഭരണം കാഴ്ചവെക്കുക. ഇതില് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണം പാർലമെന്റിന്റെ പ്രധാന ചുമതല. 11ാമത്തെ ക്വസ്റ്റ്യൻ PSC റിമൂവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ ആണ്. വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. ആദ്യമായിട്ട് ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്.
എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ്, തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റനിൽ വിക്രം സിൻഹ. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസാനായകയാണ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോനാണ്. ഗ്രന്ഥത്തിന്റെ പേര് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, VP മേനോൻ. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനായിട്ടുള്ളതാണ്. എയില് ഇരുമ്പുരുക്ക് ശാലകൾ തന്നിരിക്കുന്നു, ബിയില് സഹായം നൽകിയ രാഷ്ട്രങ്ങളാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഭിലായ് ഉരുക്കുശാല, ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കോറോ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല സ്ഥാപിച്ചത് ജർമ്മനിയാണ്. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് ബ്രിട്ടൻ ആണ്. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത ചോദ്യം വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 25 ലോക ഫുട്ബോൾ ദിനം. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റോയ് ആണ്. പ്രതിഭ റായ്. 2025 ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ്. 2025 ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രഭാവർമ്മ. അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് എന്നതാണ്? തെറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഡി. ബി, ഡി എന്നിവയാണ് തെറ്റായിട്ടുള്ളത്. ബി, ഡി എന്നിവ തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ.
ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്, സിയാച്ചിൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന ഉത്തരപർവ്വത മേഖല, ഹിമാലയം, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതില് ഒറ്റയാനെ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഹിമാലയമാണ്, ഹിമാലയം. 29ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏതാണ്? ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഈ 3 പോയിന്റും പഠിച്ചു വയ്ക്കാം. അടുത്തത്, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുവാൻ പറഞ്ഞിരിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതം. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. പ്രദേശം തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്താണ് തമിഴ്നാട്, പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഭാഗത്താണ് കേരളം. ഇതില് തന്നിരിക്കുന്ന സൂചനകളിൽ സ്ഥലം ഏതാണ് വരുന്നത്? സ്ഥലം വരുന്നത് പാലക്കാട് ചുരമാണ്, പാലക്കാട് ചുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതിൽ നിന്ന് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നദികൾ കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഭാരതപ്പുഴ എത്രയാണ്? 209 കിലോമീറ്റർ ആണ്, 209 കിലോമീറ്റർ. പമ്പയോ? പമ്പ 176. ചാലിയാർ 169. കടലുണ്ടി 130. കല്ലടയാർ 121. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ നദികൾ തന്നിരിക്കുന്നു. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? നെയ്യാറാണ്. നെയ്യാർ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ എന്നിവയെല്ലാം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത ഏതാണ്? NW3 ആണ് കേരളത്തിലെ ദേശീയ ജലപാത, NW3. അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് കേരളത്തിലെ വൈദ്യുത പദ്ധതികളാണ്, അതുപോലെ ജില്ലകളും. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിഗിരി പത്തനംതിട്ട, ഇടുക്കി പദ്ധതി ഇടുക്കി, കുറ്റ്യാടി പദ്ധതി കോഴിക്കോട്, സിയാൽ പദ്ധതി എറണാകുളം. ഓപ്ഷൻ ഡി ആണ് ഒറ്റയാൻ. സിയാൽ എന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. സിയാലില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സോളാറാണ്. സിയാല് സോളാറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശബരിഗിരി, ഇടുക്കി പദ്ധതി, കുറ്റിയാടി പദ്ധതി എന്നിവയെല്ലാം ജലവൈദ്യുത പദ്ധതികളാണ്. സിയാല് സോളാറാണ്. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ ആണ്. സജി ചെറിയാൻ ആണ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. തന്നിരിക്കുന്നു പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രത്യേകതകളിൽ നിന്നും ഓപ്ഷൻ സി ആണ്, ചിന്നാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും
നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ, വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക് ഏത് ജില്ലയിലാണ് നടന്നത്? കേരള പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് നടന്നത്, എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കതിർ ആപ്പാണ്, കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി, രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ ആണ്. 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. 2025 പ്രകാരം 130 ആണ്. 130. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ബുധൻ, വ്യാഴം, ഭൂമി, യുറാനസ്. ഇതിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം, ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായിട്ട് രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതമാണ്, ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്, ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 800. ലോക അധ്യാപക ദിനം എന്നാണ്, ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അധ്യാപക ദിനം ഒക്ടോബർ 5. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്രയാണ്, ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. 2024 G20 ഉച്ചകോടി ബ്രസീലാണ്, ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2025 2025 സൗത്ത് ആഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. അടുത്ത ചോദ്യം, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിരം.
അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിരം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏത് എന്നാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ബി, സി എന്നിവ ശരിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിരം. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ, ഡി എന്നിവ ശരി. ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ബി, സി എന്നിവ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ജ്വാലാമുഖി. ഓപ്ഷൻ സി, ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഫിറമോണിന് ഉദാഹരണമായത് ബോംബിക്കോൾ. ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ്? ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ സി ആണ്. കോവിഡ്-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ രോഗത്തിന് കാരണമായത് ഏതാണ്? വൈറസ് ആണ്. വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഇത് ഏത് ആസിഡാണ്? ഫോമിക് ആസിഡ് ആണ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു ചാലനം, സംവഹനം, വിസരണം, വികിരണം. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? വിസരണമാണ്. വിസരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായിട്ട് വരുന്ന ലോഹം ഏതാണ്? പിച്ചള. സിങ്ക് ആണ്. സിങ്ക്. 64ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണ്? ലാവോസിയാണ്. ലാവോസിയാണ് മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3. അടുത്തത് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുവാനാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി. റൈറ്റ് സൈഡിൽ രോഗകാരികൾ തന്നിരിക്കുന്നു പ്ലാസ്മോഡിയം, മൈക്രോബാക്ടീരിയം, ട്യൂബർകുലോസിസ്, ലെപ്റ്റോസ്പൈറ വൈറസ്. ശരിയായത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി. ക്ഷയം ഏതാണ് ഉത്തരം വരുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഡെങ്കിപ്പനി വൈറസ്. മലമ്പനി പ്ലാസ്മോഡിയം. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് വൈറസ്. മലമ്പനി പ്ലാസ്മോഡിയം. അടുത്ത ചോദ്യം, മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏത്? മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലക്സ് ആണ്. ക്യൂലക്സ് കൊതുകുകളാണ് മന്ത് രോഗം പരത്തുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? വായുവിൽ കൂടി പകരുന്നത് മിസിൽസ് ആണ്. വായുവിൽ കൂടി പകരുന്ന രോഗം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായത് ഇരുമ്പാണ്. ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ലോകത്തിൽ ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ.
രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയാണ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അതുപോലെ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അടുത്ത ചോദ്യം, എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 70ാമത് ആട്ടമാണ്. ആട്ടം. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ഏതാണ്? 12th ഫെയിൽ. ഹിന്ദി ചിത്രമായ 12th ഫെയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ്. മലിനജലം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി വരുന്നത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചെയ്ത് നോക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്